നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ വിമാനയാത്രകൾ പഴയ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വളരെയേറെ ജാഗ്രതയോടെ വേണം യാത്ര ചെയ്യാൻ. അത്തരത്തിൽ ഏവർക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. യാത്രാ വിലക്കിനെ തുടർന്ന് UAE-യിൽ കുടുങ്ങിയ മലയാളി യുവാവ് നിയമ പോരാട്ടത്തിനൊടുവിൽ വൈകാതെ നാട്ടിലേക്ക് തിരിക്കുന്നതായിരിക്കും. സന്ദർശക വിസയിലെത്തിയ കൊല്ലം കരുനാഗപ്പള്ളി രാജീവ് രാജൻ പിള്ളയ്ക്കാണ് നാട്ടിലേക്ക് പോകാൻ വലിയൊരു പോരാട്ടത്തിനൊടുവിൽ വഴിയൊരുങ്ങുന്നത്. അതിനിടെ വിസ കാലാവധി തീർന്നത് തന്നെ ഇനി എമിഗ്രേഷൻ ക്ലിയറൻസ് കൂടി കിട്ടണം. ഈ ഇനത്തിലുള്ള പിഴ നീക്കിക്കിട്ടാൻ നൽകിയ അപേക്ഷയിൽ തീരുമാനമാകുന്നതോടെ നാട്ടിലേക്ക് പോകാൻ സാധിക്കും. ബാങ്ക് വായ്പ എടുത്ത യഥാർത്ഥ വ്യക്തിയുടെയും രാജീവിന്റെയും പേരിലെയും ജന്മ തീയതിയിലെയും സാമ്യമാണ് യാത്രാവിലക്ക് തെറ്റായി രേഖപ്പെടുത്താൻ ഇടയായത്. കൂടാതെ ഇതുമൂലം രാജീവിന് 2 തവണ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നിരുന്നു. ദുബായിലെ ഒരു കമ്പനിയിൽ പ്ലംബിംഗ് ജോലിക്കായി 2021 നവംബർ 15-നാണ് ആദ്യമായി രാജീവ് രാജൻ പിള്ള UAE-യിൽ എത്തിയിരുന്നത്. വാഗ്ദാനം ചെയ്ത ജോലി ലഭിക്കാത്തതിനാൽ തന്നെ തിരിച്ചുപോകാൻ ഈ വർഷം ജനുവരി 18-ന് ഷാർജ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് യാത്രാവിലക്കുണ്ടെന്ന് അറിയുന്നത് പോലും. ഇതിൽ 1,13,760 ദിർഹത്തിന്റെ, അതായത് 23,70,834 രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതിന് അബുദാബി കോടതിയിലെ ക്രിമിനൽ കേസിലായിരുന്നു വിലക്ക്. വായ്പ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും രേഖാമൂലം കേസ് നീക്കിയാൽ മാത്രമേ രാജ്യം വിടാനാകൂ എന്ന് അധികൃതർ അറിയിക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് അബുദാബിയിലും ദുബായിലും അന്വേഷണം നടത്തിയെങ്കിലും കേസില്ലെന്നറിഞ്ഞതിന് പിന്നാലെ വീണ്ടും വിമാന ടിക്കറ്റ് എടുത്ത് ജനുവരി 23-ന് ദുബായ് എയർപോർട്ട് വഴി പോകാനെത്തിയപ്പോഴും ഇതേ കാരണത്താൽ തിരിച്ചയക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അൽഖബാൻ അഡ്വക്കേറ്റ്സിലെ സീനിയർ ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി മുഖേന കേസ് ഫയൽ പരിശോധിച്ചപ്പോഴാണ് വായ്പയെടുത്ത രാജീവ് രാജേന്ദ്രൻ പിള്ളയുമായുള്ള പേരിലെയും ജനനത്തീയതിയിലെയും സാമ്യമാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിരുന്നത്. ഇതേ തുടർന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ മുഖേന അബുദാബി പബ്ലിക് പ്രോസിക്യൂഷനിൽ ഹർജി വിലക്കിയതനുസരിച്ച് രാജീവിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയുമാണ് ചെയ്തത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.